നിനക്കൊന്ന് നൊന്താൽ നിന്നേക്കാ കരച്ചില് ഞങ്ങൾക്ക് വരും. മോളെ ഈ വീട്ടിലെ ആരായിരുന്നു എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അച്ഛന് മനസ്സിലായി. ഈ വീട് നോക്കി നടത്തുക എന്നത് എല്ലാവർക്കും കഴിയുന്ന പണിയൊന്നുമല്ല. അതിന് ഒരു പ്രത്യേക താളമുണ്ടെന്ന് അമ്മ പറയാറുണ്ട്. മോള് കിടപ്പായപ്പോ ഈ വീടിന്റെ താളം തെറ്റില്ലേ? അച്ഛാ, ഇപ്പൊ താളം ശരിയായില്ലേ? എടുത്തേക്ക് സുഖമായല്ലോ കാല്. അയ്യോ, രേവതിയുടെ കാല് ശരിയായില്ലേ? എന്തായാലും ശ്രുതിയുടെ പ്രാർത്ഥന ദൈവം രേവതിയെ കേട്ടോ, പാർലമെന്റ് രേവതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. രേവതി ചേച്ചിക്ക് പെട്ടെന്ന് സുഖമായാലേ ശ്രുതി ചേച്ചിക്ക് അടുക്കളയിൽ കയറണ്ടല്ലോ. അതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. ദേ, മുമ്പത്തെ പോലെ എല്ലാം ഇവളുടെ തലയിൽ വെച്ചു കൊടുക്കാൻ നോക്കണ്ട. വീട്ടു ജോലികളൊക്കെ 3 മരുമക്കളും ചേർന്ന് ചെയ്യണം. ദേ, ആജ്ഞാപിക്കാൻ കുറെ ആളുകളുണ്ടാവും. ഒരുത്തീപ്പം വരും. ആര് പറഞ്ഞാലും മോള് കേക്കണ്ട. മോക്ക് ചെയ്യാൻ പറ്റുന്നത് മോള് ചെയ്താൽ മതി. ഞാനെന്നും പറയാറുണ്ട് അച്ഛമ്മേ, പക്ഷെ കേക്കണ്ടേ? ഇനി കേട്ടില്ലെങ്കിലേ നീ എന്നെ വിളിച്ചാ മതി, ഞാൻ ഓടി വന്നോളാം. ഈ അച്ഛമ്മയുടെ ഒരു കാര്യം. അയ്യോ, നേരം വൈകിയല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. അച്ഛമ്മ പോണ്ട, ഇവിടെ ഇരിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞ് പോയാ മതി. പോണം മോളെ, നാളെ തെങ്ങിന് തടവിടാൻ ആള് വരും. ഞാൻ അവിടെ ഇല്ലെങ്കിലേ ആ മടിയന്മാര് നേരാവണ്ണം ജോലി ചെയ്യില്ല. പറയച്ചാ ബീഡി വലിച്ചും സൊറ പറഞ്ഞ് സമയം കളയും. അല്ല, അമ്മയുടെ പിറന്നാളങ്ങെത്തിയില്ലേ? 80ാം പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നാ എന്റെ അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് പോയാ പോരമേ? അത് മതി. അച്ഛമ്മയ്ക്ക് 80 വയസ്സായെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു 60-65 വയസ്സേ പറയൂ. അവൻ ഐസ് വയ്ക്കുന്നതാണ് കേട്ടോ. നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, അതാ അങ്ങനെ പറയുന്നേ. പിറന്നാളെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം. അന്ന് നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ദേ, ഒരു ദിവസം മുന്നേ എല്ലാരും വീട്ടിലേക്ക് വരണം. ഒരു ദിവസമല്ല, 2 ദിവസം മുന്നേ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. അല്ലേ അച്ഛാ? പിന്നല്ലാതെ. അല്ലച്ചാ, അത് നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങളുടെ ഒപ്പീനിയൻ കൂടി കേൾക്കണ്ടേ? എന്തോ ഒപ്പീനിയൻ? അച്ഛമ്മയുടെ ആഗ്രഹമല്ലേ, നമ്മൾ പോകും, അത്ര തന്നെ. അതെ. അല്ല അച്ഛമ്മേ, എനിക്കും വരണമെന്നുണ്ട് അച്ഛമ്മേ. പക്ഷെ എന്ത് ചെയ്യാനാ, 2-3 ദിവസം ഷോറൂമിൽ പോവാതെ എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. മാറി നിൽക്കാൻ പറ്റൂല. പാർലറിൽ എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. വെഡിങ് സീസൺ അല്ലേ, എനിക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അച്ഛമ്മേ, ലീവ് കിട്ടാൻ സാധ്യതയില്ല. വരണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛമ്മേ, പക്ഷെ ലീവ് എടുക്കാൻ പറ്റില്ല അച്ഛമ്മേ. അമ്മേ, ഇവരൊക്കെ പറയുന്നിട്ടില്ലേ, എല്ലാവർക്കും ജോലി തിരക്കാം. എന്താ ചെയ്യാമേ? ഒന്നും ചെയ്യേണ്ട ആരും. എന്റെ കൊച്ചുമക്കളൊക്കെ ഒരുപാട് വളർന്നെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. അച്ഛമ്മേ, എന്റെ പിറന്നാൾ ആഘോഷിച്ചാൽ എന്ത്, ആഘോഷിച്ചില്ലെങ്കിൽ എന്ത്, ആരും വരണ്ട. ഞാൻ എന്റെ പിറന്നാൾ ആഘോഷിക്കുന്നില്ല, പോരെ? അയ്യോ, അങ്ങനെ അങ്ങ് വിടും അച്ഛമ്മേ. പിറന്നാൾ നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാം. ഇവിടെ ആവുമ്പോ എല്ലാവർക്കും കൂടാലോ. രേവതി പറഞ്ഞ കറക്റ്റാ. അങ്ങനെയെങ്കിലേ അച്ഛമ്മ പോയിട്ട് അവിടെ ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് നീങ്ങുവാ. അച്ഛമ്മേ പ്ലീസ്, എല്ലാവരും ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാന്നേ. പോയിട്ട് വാ അച്ഛമ്മേ, നമുക്ക് ഇവിടെ ആഘോഷിക്കാം. ശരി, ഞാൻ പോയിട്ട് വരാം. എന്റെ 80ാം പിറന്നാളെ ഇവിടെ ആഘോഷിക്കാം. ചെറുതായിട്ട് മതി കേട്ടോ. അതെ, അത് ഞങ്ങൾ തീരുമാനിക്കും. അല്ലടാ സജിയെ? പിന്നെ അല്ലാതെ. എനിക്ക് ഇവനെയാ പേടി. അച്ഛമ്മയോടുള്ള സ്നേഹം കൂടി ചെറുതൊക്കെ ഇവൻ അങ്ങ് വലുതാക്കും. അല്ലേടാ, ബാഗ് എടുത്ത് വണ്ടിയിൽ വെക്കും, എന്നിട്ട് എന്നെ ബസ് സ്റ്റോപ്പിലാക്കാം. ശരി അച്ഛമ്മേ, ബാഗ് എടുത്ത്. മോളെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വീട്ടിലെ എല്ലാ ജോലിയും മോള് ചെയ്യണ്ട. കുറച്ചു നാള് പൂവിക്കാൻ പുറത്തും പോകണ്ട. ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്താൽ മതി. മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യസമയത്ത് കഴിക്കാം. പഴയതുപോലെ ഓടിച്ചാടി നടന്നാലേ ഉറപ്പായിട്ടും കാലിന് വേദന വരും. അതിന് ഇനി ഇടവരുത്തരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛമ്മേ. വരട്ടെ. ശരി, അച്ഛമ്മ പെട്ടെന്ന് വരാം. അപ്പോ ഇനി നമുക്ക് റൂം കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുവോ? അച്ഛമ്മ എപ്പോഴാ വരുന്നേ? പിറന്നാൾ ദിവസം രാവിലെ വരാന്നാ പറഞ്ഞിരിക്കുന്നത്. ബർത്ത്ഡേ ഫംഗ്ഷൻ നമുക്ക് ഈവനിങ് വെക്കാം അല്ലേ? ആയിരിക്കും. വലിയ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് അമ്മ പറയും. നമ്മളതൊന്നും കാര്യാക്കണ്ട. അമ്മയുടെ ഈ പിറന്നാൾ നമുക്ക് ഇത്തവണ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അത് നമുക്ക് കളറാക്കാം. എടാ, കളറാക്കാൻ ഹോളി അല്ല ആഘോഷിക്കുന്നേ, അച്ഛമ്മയുടെ പിറന്നാളാ. എടാ, എല്ലാ പിറന്നാൾ ദിനത്തിലും ഞാൻ അമ്മയെ കാണാൻ പോകാറുണ്ടെന്നല്ലാതെ പിറന്നാളൊന്നും ആഘോഷിക്കാറില്ല. അമ്മയുടെ 60ാം പിറന്നാൾ മാത്രം ഗംഭീരമായിട്ട് ആഘോഷിച്ചേ. അന്ന് നിങ്ങളൊക്കെ ചെറുപ്പായിരുന്നതിനാലേ അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണത്തെ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കാലോ അച്ഛാ? ഞങ്ങളൊക്കെ വളർന്നില്ലേ? വളർന്നു എന്ന് മാത്രമല്ല, പെണ്ണും കെട്ടി. എന്റെ അമ്മയ്ക്ക് ഇപ്പൊ വയസ്സ് 80. ഈ സമയം വരെ ആരെയും ആശ്രയിക്കാതെയാ അമ്മ ജീവിച്ചേ. അങ്ങനെ അധികം ആൾക്കാർക്കും പറ്റില്ല. ഒറ്റ മോനാ ഞാൻ. 1 രൂപ പോലും ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ കൊടുത്താലോ ഒട്ട് വാങ്ങിക്കുകയും അമ്മ ഇങ്ങോട്ട് തന്നതിന്റെ 100-ൽ 1 അംശം പോലും അമ്മയ്ക്ക് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇല്ലടാ സച്ചി? അതെ, അച്ഛന് കാശോ സ്വർണ്ണമൊന്നും അച്ഛമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത്രമാത്രം സ്നേഹം ഒരമ്മയ്ക്കും അവരുടെ മകനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അക്കാര്യത്തിൽ അച്ഛമ്മ ഭാഗ്യവതിയാ. എന്റെ അമ്മക്ക് അത് മതിയായിരുന്നു. എന്നാലും ഒരു മകൻ എന്ന നിലയിൽ ചിലതൊക്കെ നൽകാൻ പറ്റാത്തതിന്റെ വിഷമം കാണില്ല. അച്ഛമ്മയുടെ ഈ പിറന്നാള് നമ്മൾ അടിച്ചു പൊളിക്കും. അച്ഛമ്മയ്ക്ക് അച്ഛൻ കൊടുക്കുന്നൊരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഈ പിറന്നാൾ ആഘോഷം. ഇതിൽ കൂടുതൽ അച്ഛൻ അച്ഛമ്മയ്ക്ക് ഒന്നും കൊടുക്കണ്ട. വേറൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷമവും അച്ഛന് വേണ്ട. ഈ ബർത്ത്ഡേക്ക് ഞങ്ങൾ പേരക്കുട്ടികളും ഞങ്ങളുടെ ഭാര്യമാരും കൂടി ഗിഫ്റ്റ് കൊണ്ട് അച്ഛമ്മ അങ്ങ് മൂടും. മുമ്പ് പിറന്നാൾ ആഘോഷിച്ചപ്പോ കൊടുക്കാൻ പറ്റാതെ പോയതിന്റെ സങ്കടം ഇങ്ങനെ ഞങ്ങൾ തീർക്കും. അല്ലേ സച്ചേട്ടാ? അതെ. ഈ സംഭവം കളറാക്കാൻ ഞാൻ വർഷമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അവൾ ഈ കാര്യത്തില് എന്നെക്കാളും പുലിയ. സച്ചേട്ടാ, പിന്നെ രേവതി അടുത്തോടും പറഞ്ഞേക്കണം കേട്ടോ. ഇവന്റെ ഒരു കാര്യം നിനക്ക് എന്താണ് ഒരു സന്തോഷക്കുറവ്? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. പെട്ടെന്ന്
ഇവനെന്താ പറ്റി? എന്താ ചെന്ന് ഇത്ര വൈകി? ട്രെയിൻ ലേറ്റ് ആയോ? അതോ ഇവൻ നിന്നെ കൂട്ടാനായിട്ട് വരാൻ ലേറ്റ് ആയോ? ട്രെയിൻ ലേറ്റ് ആയിരുന്നില്ല. ഞങ്ങൾ ഭാമയാന്റി അവരുടെ വീട്ടിൽ വിട്ടിട്ടാ വരുന്നത്. അതാ ലേറ്റ് ആയത്. സുധേ, നീ ബാഗ് എടുക്ക്. ശരിയമ്മേ. യാത്രയൊക്കെ എങ്ങനെയുണ്ട്? സുഖായിരുന്നു. ഈ യാത്ര ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല രവിയേട്ടാ. രവിയേട്ടാ, രേവതിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നടക്കാനൊക്കെ പറ്റുമല്ലോ അല്ലേ? അവൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല, നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അച്ഛാ, രേവതിക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലേ അമ്മ ഇപ്പൊ തന്നെ വീണ്ടും തീർത്ഥയാത്രയ്ക്ക് പോകും. ഞാൻ വന്ന് കയറിയില്ല, അതിനു മുമ്പേ കളിയാക്കാൻ തുടങ്ങിയല്ലേ? അവൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ. നീ വന്നേ, അത് എന്തിനു വെയിറ്റ് അച്ഛാ? അരവണ പൈസ ഒക്കെ ഉണ്ടാവുമല്ലേ? കൊണ്ടേ ഒത്തു ചെന്ന് നോക്കട്ടെ. ഉറങ്ങാണല്ലേ? ഭാഗ്യവാൻ. എന്താ ഉറക്കം? ബ്രോ എഴുന്നേക്ക്. ഞാനാ. ബ്രോ എന്താ ഇവിടെ? അല്ല, നമ്മള് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അല്ല, ഞാൻ ഈ ബിസിനസ്മാൻ ആകുന്നതിന് മുമ്പ് ഞാനും ഇവിടെ ബ്രോയുടെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളവനല്ലേ. അതുകൊണ്ട് ഈ വഴി പോയപ്പോ ബ്രോ എന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. സന്തോഷം. അല്ല, ബ്രോ എന്താ ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്നത്? സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ നമ്മൾ കിടന്ന് ഉറങ്ങാറ്? ടൈം വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ നീയുള്ള സമയത്ത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ബ്രോ. എന്നാലും നീ എന്നെ ഇവിടേക്ക് കാണാമെന്നല്ലോ. സന്തോഷം. പിന്നെ എങ്ങനെ പോകുന്നു? സുഖം തന്നെയല്ലേ നിനക്ക്? പരമസുഖം. പിന്നെ ബ്രോയോട് സുഖമാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, കാശങ്ങ് വാരിയല്ലേ. നിന്നെ ഒന്ന് പാട്ടും പാടി തട്ടിക്കൊണ്ട് പോയതിനു ശേഷം നമ്മൾ പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലേ? ഇല്ല. ഞാനങ്ങ് വല്ലാതെ പേടിച്ചു പോയി കേട്ടോ. ഞാനും പേടിച്ചു. ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അങ്ങനെ പോകുന്നേ ഉള്ളൂ. അതിനിടയിൽ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. പറ്റിയെന്ന് പറഞ്ഞാ പോരെ, അബദ്ധമായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം. 2 പേര് ഷോറൂമിൽ വന്നു. ഏകദേശം 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങി. അവര് ബില്ല് വേണ്ടെന്ന് പറഞ്ഞതിനാൽ ഞാനാണെങ്കിൽ ബില്ലും കൊടുത്തില്ല. ബില്ല് നൽകാതെ ടാക്സ് വെട്ടിച്ച കേസ് എടുക്കും, ഇത് ബ്ലാക്ക് മണി ആണെന്നൊക്കെ പറഞ്ഞ് വിജിലൻസിൽ നിന്നാണെന്ന് പറഞ്ഞ് 2 പേര് വന്ന് ആ 5 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി. അവര് വിജിലൻസുകാരൊന്നും ആയിരുന്നില്ല. ആദ്യം വന്ന് സാധനങ്ങൾ വാങ്ങിയവരുടെ ആൾക്കാരായിരുന്നു. ഒരു വലിയ തട്ടിപ്പ് സംഘമായിരുന്നു അതെന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. അപ്പൊ 5 ലക്ഷം രൂപയുടെ സാധനവും പോയി കിട്ടി. പോയി കിട്ടി. അവരിങ്ങനെ കുറെ പേരെ പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോലീസിലൊക്കെ പരാതി കൊടുത്തു. പക്ഷെ എന്ത് കാര്യം, ഇതുവരെ അവരെ പിടികൂടിയിട്ടില്ല. 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിറ്റു, അതിൽ 1 ലക്ഷം രൂപയുടെ ലാഭം കിട്ടിയെന്നൊക്കെ ഞാൻ ഭാര്യയോട് ചെന്ന് പറഞ്ഞു. പറ്റിക്കപ്പെട്ട കാര്യം ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ലാഭം കിട്ടിയ 1 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കണം. പോയിട്ട് ഡീലർക്ക് 4 ലക്ഷം രൂപ കൊടുക്കണം. അതിനൊരു 5 ലക്ഷം രൂപ വേണമായിരുന്നു. പെട്ടെന്ന് കാശ് സംഘടിപ്പിക്കാൻ വഴിയൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ പോയി അമ്മയോട് കടം ചോദിച്ചു. എന്നിട്ട് ഇതിന് 5 ലക്ഷം ഒന്നും കിട്ടത്തില്ല, ഒരു 4 ലക്ഷത്തി സംതിങ്ങേ കിട്ടത്തുള്ളൂ. സ്വർണം വിൽക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ കിട്ടും. ഇത് വിൽക്കാം സാർ. നിന്റെ അനിയന്റെ ഭാര്യയോട് ചോദിക്കാതെ അവരുടെ സ്വർണം നിനക്ക് എടുത്തു തന്നു. ബെസ്റ്റ് അമ്മ. അല്ല, അമ്മ എനിക്ക് സ്വർണം പണയം വെക്കാനാ തന്നത്. കാശ് തികയാത്തതിനാല് ഞാൻ അതെടുത്ത് വിറ്റത്. സ്വർണം വിറ്റ കാര്യമാണെങ്കിൽ അമ്മയോട്ട് അറിഞ്ഞിട്ടുമില്ല. എടാ, നിന്റെ അനിയനും ഭാര്യയും അവരുടെ സ്വർണം നിന്റെ അമ്മയോട് തിരികെ ചോദിച്ചാൽ നീ എന്തോ ചെയ്യും? ആ പേടിയില്ല ഞാൻ. അമ്മ കുറെ ദിവസമായിട്ട് വീട്ടിലില്ലായിരുന്നു. തീർത്ഥാടനം കഴിഞ്ഞ് ഇന്നാ എത്തിയത്. എന്റെ ബ്രോ, വിറ്റ ആഭരണങ്ങളുടെ അതേപോലെയുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി എനിക്ക് അമ്മയെ ഏൽപ്പിക്കണം. എങ്കിലും എനിക്ക് സമാധാനമാവും. എന്നാ നീ എത്രയും പെട്ടെന്ന് ചെയ്യ്. അതിന് കാശ് വേണ്ടടാ. നീ എനിക്കൊരു 5 ലക്ഷം രൂപ തന്ന് സഹായിക്ക്. ഞാനൊരു 2-3 മാസം കഴിഞ്ഞ് തിരിച്ചു തരാം. ബ്രോ, ഞാൻ പലിശ തരാം. അപ്പൊ വന്ന വഴി മറക്കാത്തതുകൊണ്ടല്ല നീ പാർക്കിലേക്ക് വന്നത്, എന്റെ കാശ് ചോദിക്കാനല്ലേ? ബ്രോ പ്ലീസ്, നീ ഒരു 5 ലക്ഷം രൂപ താ. പലിശ സഹിതം ഞാൻ തിരിച്ചു തരാം. കൂടുതൽ കളിപ്പിക്കില്ല. മുമ്പത്തെ സ്തുതിയല്ല ഞാനിപ്പോ. എടാ, നീ തിരികെ തരും. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ഒരു 10 രൂപ പോലും നിനക്ക് ഞാൻ തരില്ല. ബ്രോ, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോ? സുധി, ഫ്രണ്ട്ഷിപ്പ് വേറെ, കാശ് വേറെ. നീ പോവാൻ നോക്ക്. ഞാൻ എന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ. ഉറക്കമേ. നീ പോ. സമയമില്ല. ബ്രോ, സുധി, എത്ര ചോദിച്ചിട്ടും കാര്യമില്ല, കാശ് ഞാൻ തരത്തില്ല. നീ പോവാൻ നോക്ക്. നീ പോ. സുധി, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? സുധി, ഒന്ന് പോടേ. നന്നായിട്ട് ഉറങ്ങി വന്ന് എന്നെ വിളിച്ചിട്ട് ബ്രോ, അവന്റെ ഒരു 5 ലക്ഷം. ആനന്ദ് ബ്രോ, ഒന്ന് പോടേ. ഒരു ആനന്ദില്ല. എന്തെങ്കിലും ആലോചിക്കുന്നു? കൊറേ സമയമായല്ലോ. അച്ഛമ്മയെ കുറിച്ച് ആലോചിച്ച അച്ഛമ്മ ഇവിടേക്ക് വരല്ലേ? അച്ഛമ്മയുടെ പിറന്നാള് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അത് തന്നെ അച്ഛനും പറഞ്ഞത്. അച്ഛമ്മയുടെ 60-ാം പിറന്നാള് ഗംഭീരമായിട്ട് ആഘോഷിച്ചത്. അന്ന് ഞാൻ ചെറിയ പ്രായമായിരുന്നതിനാൽ എനിക്ക് സമ്മാനമൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ ബർത്ത്ഡേക്ക് അച്ഛമ്മയ്ക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം. അതിനെക്കുറിച്ചാണോ സച്ചിൻ ആലോചിക്കുന്നത്? അതെ, കുഞ്ഞായിരിക്കുമ്പോ മുതല് എന്നെ അച്ഛമ്മയെ നോക്കിയത്, വളർത്തി വലുതാക്കി. എനിക്ക് വേണ്ടി എന്റെ അച്ഛമ്മ എന്തൊക്കെയോ ചെയ്തു. പക്ഷേ എനിക്കൊന്നും തിരിച്ചു ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മുമ്പോട്ട് ചെന്ന് കാറ് വാങ്ങിച്ചെന്നത് അച്ഛമ്മയായിരുന്നു. എനിക്കറിയാം, സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് വേണ്ടി അച്ഛമ്മ ചെയ്തത് പറയാൻ തുടങ്ങിയ ഒരു ദിവസം തന്നെ മതിയാവില്ല. സച്ചേട്ടനെ അത്രയ്ക്കും ഇഷ്ടം അച്ഛമ്മയ്ക്ക്, ജീവന്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത്. പിന്നെ എന്നോടും അതുപോലെയൊക്കെ തന്നെയാ. എന്റെ താലികോർക്കൽ ചടങ്ങിന്റെ അന്ന് സ്വർണം വാങ്ങി തന്നത് അച്ഛമ്മയല്ലേ? ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞതും അനുഭവിച്ചതും അമ്മയിലൂടെ ആയിരുന്നില്ല, എന്റെ അച്ഛമ്മയിലൂടെ ആയിരുന്നു. എനിക്കെല്ലാം തന്നത് എന്റെ അച്ഛമ്മ. അച്ഛമ്മയുടെ ഈ പിറന്നാളിന് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ട രേവതി? നല്ലൊരു സമ്മാനം കൊടുക്കണ്ടേ? കൊടുക്കണം. എന്താ കൊടുക്കേണ്ടേ? സച്ചേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? സ്വർണത്തിന്റെ നല്ലൊരു ചെയിൻ വാങ്ങി കൊടുത്താലോ? കൊള്ളാം. എത്ര പവന്റെ ചെയിനാ സച്ചേട്ടൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഒരു 2-3 പവന്റെ പാലെങ്കിലും കൊടുക്കണം. അതിനൊരു 2.5 ലക്ഷം രൂപയെങ്കിലും വേണം. അത്രയും കാശ് സച്ചേട്ടന്റെ കയ്യിലുണ്ടോ? നിനക്കറിയാത്ത എന്ത് കാശാ എന്റെ കയ്യിലുള്ള? എവിടെന്നെങ്കിലും കടം വാങ്ങേണ്ടി വരും, വേറെ വഴിയില്ല. ഇത്രയും വലിയ തുക ആര് കടം തരാനാ? ഏതെങ്കിലും ഫിനാൻസിയറോട് ചോദിച്ചു നോക്കാം. നല്ല
പലിശ കൊടുക്കേണ്ടി വരും. പക്ഷെ കാശ് കിട്ടും. അല്ല, കടം വാങ്ങിക്കുന്നതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? കുഴപ്പമില്ല. എന്റെ ജീവിതം എങ്ങനെയാവുന്നുള്ള പേടിയോടെയായിരുന്നു ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറിയത്. അന്ന് അച്ഛമ്മ തന്ന ധൈര്യവും സ്നേഹവും ഒന്നും ചെറുതായിരുന്നില്ല. മറ്റു പേരക്കുട്ടികളെക്കാളും അച്ഛമ്മയ്ക്കിഷ്ടം സച്ചേട്ടനെയാ. അതുപോലെ മറ്റു മരുമക്കളെക്കാളും അച്ഛമ്മയ്ക്കിഷ്ടം എന്നെയാ. എന്റെ സ്വന്തം അച്ഛമ്മയാ. ഇപ്പോ അച്ഛമ്മയ്ക്ക് നമ്മൾ എന്ത് കൊടുത്താലും അധികമാവില്ല സച്ചേട്ടാ.